19-ാം വയസ്സിൽ ബിസിനസ് രംഗത്തേക്ക് എത്തിയ അനുഭവ പരിചയമാണ് പോൾമാൻ മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ഷൈൻ പോൾ പങ്കുവയ്ക്കുന്നത്. ഡൽഹിയിൽ ജനം ടിവിയുടെ ഗ്ലോബൽ എക്സലൻസ് അവാർഡ് വിതരണത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യനുമായി നടന്ന മീറ്റ് ആൻഡ് ഗ്രീറ്റ് പരിപാടിയിൽ പങ്കെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതുതലമുറയുടെ ട്രെൻഡിനൊപ്പമാണ് ഇപ്പോൾ പരസ്യമേഖലയെന്ന് അദ്ദേഹം പറഞ്ഞു. എപ്പോഴും ബിസിനസ് ചെയ്യാൻ ഒരു മനുഷ്യനെ കൊണ്ട് സാധിച്ചു എന്ന് വരില്ല. എന്തായാലും ഒരു റിട്ടയർമെൻറ്റ് എല്ലാത്തിലും ഉള്ളതുപോലെ തന്നെ ഉണ്ടാകും. എന്തായിരുന്നു ആശയം മുന്നോട്ട് വയ്ക്കാനുണ്ടായ കാരണം? ഞാനൊക്കെ ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചെറിയ തോതിലൊരു ബിസിനസ് രംഗത്തിൽ മീഡിയ രംഗത്ത് വന്ന ഒരാളാണ്. അപ്പോൾ ഞാനൊരു 19 വയസ്സ് മുതൽ IT അടയ്ക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 30 വർഷത്തോളം അല്ലെങ്കിൽ 28 വർഷത്തോളം IT അടച്ചു കഴിഞ്ഞു. അപ്പോൾ പൊതുവേ നമ്മൾ ചുറ്റുമുള്ളവരെ കാണുമ്പോൾ IT അടയ്ക്കുന്നത് വലിയൊരു ഭാരമായിട്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് കാണുന്ന ഒരു കുറച്ചുള്ള ജനവിഭാഗം, എല്ലാവരുമല്ല കുറച്ചെങ്കിലും ഒരു ജനവിഭാഗം നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ അവരെയും കൂടിയും ഈ IT രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമാണെന്നും അവരെയും കൂടിയും പ്രോത്സാഹിപ്പിക്കാനും അവരെ ഇതിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ IT അടയ്ക്കുന്നതിന് ആനുപാതികമായ രീതിയിൽ ഒരു പെൻഷൻ സമ്പ്രദായം നമുക്ക് എല്ലാ വർഷവും അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്യാൻ കഴിയില്ലല്ലോ. പിന്നെ നമ്മുടെ നാട്ടിൽ 10, 20, 25 വർഷം ഒരു ബിസിനസ് കൊണ്ടു നടന്നു, ചിലതിൻ്റെ തകർച്ചയെ നേരിടും, ചിലർക്ക് പിന്നീട് ജോലി ചെയ്യാൻ കഴിയുന്നില്ല, അസുഖം വരുന്നു, ഇങ്ങനെ പല പല രീതിയിൽ. അതൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിൽ അവരുടെ ജീവിതം തന്നെ വഴിമുട്ടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ആ സമയത്ത് ഇത്ര വർഷക്കാലം തൻ്റെ രാജ്യത്തെ സേവിക്കുകയും മറ്റുള്ളവർക്ക് സഹായമൊക്കെ ചെയ്ത് ഒരു സംരംഭകന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അവർ ആനുപാതികമായിട്ട് IT അടച്ചതിന് ആനുപാതികമായ രീതിയിലുള്ള ഏതെങ്കിലും പെൻഷൻ സമ്പ്രദായം കൊണ്ടുവന്നാൽ അത് വളരെ നല്ല കാര്യമായിരിക്കും എന്നുള്ള ചിന്തയാണ് പങ്കുവയ്ക്കാനായിട്ട് പറ്റി. ഇപ്പോൾ ഒരു മീഡിയ, ഈ സോഷ്യൽ മീഡിയയുടെ കാര്യമൊക്കെ തന്നെ പറഞ്ഞു. ഈ കൺവെൻഷണൽ മീഡിയയെ സംബന്ധിച്ചിടത്തോളം ഏജൻസികളില്ലാതെ അവർക്ക് നിലനിൽപ്പില്ല. അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഏജൻസി അത് എത്ര വർഷമായിട്ടാണ് നമ്മുടെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത്? നമ്മുടെ എത്രത്തോളം ബ്രാൻഡുകളെ അവരെ വിജയത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ തുടങ്ങിയത് ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മീഡിയയിലേക്ക് വന്നത്. ഇപ്പോൾ ഏകദേശം 30 വർഷത്തോളം പിന്നിടുകയാണ്. അപ്പോൾ ഞങ്ങൾ നിരവധി ക്ലയൻറ്റ്സ് ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഇവരെ എല്ലാവരെയും ഇവരുടെയൊക്കെ വളർച്ചയുടെ ഒപ്പം നിൽക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ വളരെ ചെറിയ തോതിൽ ഇവരോടൊപ്പം ഞങ്ങൾ ജോയിൻ ചെയ്തു. ഇന്നിപ്പോൾ അവരും വലിയ നിലയിലേക്ക് വളർന്നു, ഞങ്ങളും പരസ്യരംഗത്തേക്ക് നല്ല രീതിയിൽ വളരാൻ കഴിഞ്ഞു. അപ്പോൾ അവരുടെ വളർച്ചയോടൊപ്പം തന്നെ ഞങ്ങൾക്കും വളരാൻ കഴിഞ്ഞു, അവരെയും അവരുടെ വളർച്ചയിൽ ഒരു പങ്കുവയ്ക്കാനായിട്ട് ഞങ്ങൾ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ക്ലയൻസിന് എന്താണോ അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായത് എന്ന് മനസ്സിലാക്കി അവരോടൊപ്പം നിൽക്കാൻ കഴിയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞങ്ങൾക്ക് എടുത്തു പറയാൻ കഴിയുക, ഞങ്ങളൊരു ക്ലയൻറ്റുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് മിനിമം ഇന്നേ വരെ തുടരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹവും അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രത്യേകതയും കാണാൻ കഴിയുന്നത്.